ഹലോ എവ്രി വൺ, വെൽക്കം ടു PK SCRT ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ SCRT ക്ലാസ്സസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശബ്ദത്തിനെ പറ്റിയിട്ടാണ്. ശബ്ദവും പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് വിവിധ തരം തരംഗങ്ങൾ. ഈ തരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശബ്ദം റിലേറ്റ് ചെയ്ത് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. കാരണം അതിൽ കുറച്ച് ടേംസ് ഈ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സെഷനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശബ്ദവും നമുക്ക് വിവിധ തരം തരംഗങ്ങളും. ഇനി ആദ്യം നമുക്ക് എന്താണ് ഈ ശബ്ദം എന്ന് അറിയണം അല്ലേ? ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ് ഈ ശബ്ദം എന്ന് പറയുന്നത്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാകുന്നത്? ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കമ്പനം മൂലം എൻ്റെ വോക്കൽ കോഡ്സ്, എൻ്റെ തൊണ്ടയിലുള്ള വോക്കൽ കോഡ്സ് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ സൗണ്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? എത്തുന്നത്. അപ്പോൾ വസ്തുക്കളുടെ കമ്പനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ശബ്ദം ഉണ്ടാകത്തുള്ളൂ. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ശബ്ദം എന്ന് പറയുന്ന ഒരു എനർജി ഫോമും കൂടെയാണ് അല്ലേ? ഒരു എനർജി ഫോമും കൂടെയാണ് എന്തെന്ന് പറയുന്നത്? ശബ്ദം. ഒരു സൗണ്ട് എനർജി കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ശ്രവണബോധം എന്ന് സെൻസേഷൻ ഓഫ് ഹിയറിംഗ്, നമ്മുടെ കേൾക്കുന്ന ഒരു സെൻസേഷൻ, അത് ഉളവാക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. ഇത് നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ 3 ഘടകങ്ങൾ വേണം. അതിൽ ആദ്യത്തെയാണ് എന്താണ്? ശബ്ദ സ്രോതസ്. ഈ ശബ്ദം വരാനായിട്ടൊരു സോഴ്സ് വേണ്ടേ? അതാണ് ഈ സോഴ്സ്, നമ്മുടെ സൗണ്ട് വരുന്നതിൻ്റെ ഒരു സ്രോതസ്. അതാണ് ആദ്യത്തേത്. പിന്നെ അത് ഏതിൽ കൂടെ പോകണം? ഒരു മാധ്യമത്തിലൂടെ പോകണം അല്ലേ? അപ്പോൾ എന്താണ്? മീഡിയം വേണം. മൂന്നാമത് ശ്രവണേന്ദ്രിയം, അതായത് നമ്മുടെ ചെവി തന്നെയാണ്. ചെവിയിലാണല്ലോ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ 3 ഘടകങ്ങളും കൂടെ ചേർന്നാണ് നമുക്ക് എന്തനുഭവപ്പെടുന്നത്? ശബ്ദം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു ശബ്ദ സ്രോതസ്സാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം അതൊരു മാധ്യമത്തിലൂടെ പോയി നമ്മുടെ എന്ത് ചെയ്യുന്നു? ശ്രവണേന്ദ്രിയത്തിൽ എന്ത് ചെയ്യുന്നു? അത് പതിക്കുന്നു. അങ്ങനെ നമ്മൾ സൗണ്ട് കേൾക്കുന്നു. അത്രയേ ഉള്ളൂ. അതിൽ ആദ്യത്തെ സോഴ്സ് ഓഫ് സൗണ്ട് സോഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ശബ്ദ സ്രോതസ്സിനെ പറ്റി നോക്കാം, സൗണ്ട് സോഴ്സിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് ഈ സൗണ്ട് സോഴ്സ്? ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അതായത് ശബ്ദം എവിടെ നിന്നാണോ വരുന്നത് ആ വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയും? ശബ്ദ സ്രോതസ് എന്ന് പറയും. ഈ ഒരു ശബ്ദ സ്രോതസ്സിനെ സ്വാഭാവിക ശബ്ദ സ്രോതസ്സുകളെന്നും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേതാണ് സ്വാഭാവിക ശബ്ദ സ്രോതസ്സുകൾ, അല്ലെങ്കിൽ പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സുകൾ. അപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇനി മനുഷ്യനിർമ്മിതമായിരിക്കും അല്ലേ? അപ്പോൾ ആദ്യത്തേത് സ്വാഭാവിക ശബ്ദ സ്രോതസ്സുകളാണ്. പ്രകൃതിയിലുള്ള വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ശബ്ദ സ്രോതസ്സ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയണേ, ഇപ്പം ഞാൻ സംസാരിക്കാൻ നിങ്ങളിൽ എത്തുന്നത് എന്താണ്? അത് ഉള്ളതാണ് അല്ലേ? അതെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്. വോക്കൽ കോഡ്, സ്വനപേടകം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്വാസകോശത്തിൽ നിന്നുള്ള വായു വോക്കൽ കോഡിനെ കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഈ വോക്കൽ കോഡ് കമ്പനം ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ശബ്ദം നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സ്വാഭാവിക പ്രകൃതിയാലുള്ളതാണ്. എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു സാധനമാണ്, ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല, നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? അത് സ്വാഭാവിക ശബ്ദ സ്രോതസ്സുകളാണ് നമുക്ക് പറയാം. പ്രകൃതിയിലുള്ള വസ്തുക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി കൃത്രിമം എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങളിൽ നിന്നുള്ള ശബ്ദം. അപ്പോൾ ഉപകരണങ്ങളിൽ നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അറിയാം, വയലിൻ, ഗിത്താർ, അതൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. അതിൽ നിന്ന് എന്ത് കേൾക്കാറുണ്ട്? സൗണ്ട് കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത്? കൃത്രിമ ശബ്ദ സ്രോതസ്സിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതം എന്ന് നമുക്ക് പറയാം. സംഗീത ഉപകരണങ്ങൾ, വയലിന്, വീണ, അതിലൊക്കെ എന്താണ്? കമ്പികൾ. അതിലുള്ള കമ്പികളാണ് എന്ത് ചെയ്യുന്നത്? കമ്പനം ചെയ്യുന്നത്. പുല്ലാങ്കുഴലും ശംഖും ഒക്കെ ആണെങ്കിൽ എന്താണ്? വായുസ്തംഭമാണ്. വായുസ്തംഭം അല്ലേ? നമ്മൾ ഫ്ലൂട്ടിൽ കൂടെ നമുക്കറിയാം എന്താണ്? വായുവാണ് അല്ലേ? വായുവിൻ്റെ ആ ഒരു സഞ്ചാരം ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഒരു റിഫ്ലക്ഷനൊക്കെ തട്ടിയാണ് എന്ത് ചെയ്യുന്നത്? അതിൽ സൗണ്ട് ഉണ്ടാകുന്നത്. ഇനി ചെണ്ടം മൃദംഗം ഒക്കെ ആണെങ്കിൽ സ്ഥരങ്ങൾ കമ്പനം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചെണ്ടയും മൃദംഗം നമ്മളിങ്ങനെ അടിക്കുകയാണ് അല്ലേ? അപ്പോൾ സ്ഥരങ്ങൾ കമ്പനം ചെയ്യുമ്പോഴാണ് ചെണ്ടയും മൃദംഗങ്ങൾ. അപ്പോൾ ഇതെല്ലാം എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്. ശബ്ദം വരുന്ന ആ ഒരു വസ്തുവിനെ തന്നെയാണ് കേട്ടോ ശബ്ദ സ്രോതസ്. അതുകൊണ്ടാണ് നമ്മുടെ സംഗീത ഉപകരണങ്ങൾ തന്നെ എന്താണ്? അതെല്ലാം നമ്മുടെ ശബ്ദ സ്രോതസ്സുകളാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ, ടെലിവിഷൻ, ലൗഡ് സ്പീക്കർ, ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഇവിടെ നിന്നൊക്കെ സൗണ്ട് വരാറുണ്ട്. അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? കൃത്രിമ ശബ്ദ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇനി ശബ്ദം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു ടേം അല്ലെങ്കിൽ ഒരു വാക്കാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഈ ആവൃത്തി പഠിച്ചാലേ നമുക്ക് ഇനി ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഈ കമ്പനം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലേ? അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം, ഒരു സെക്കൻഡിൽ എത്ര കമ്പനങ്ങൾ ഉണ്ടായി, അതാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിലുണ്ടായ കമ്പനങ്ങളുടെ എണ്ണം, നമ്പർ n എന്ന് പറയുന്ന നമ്പർ നമുക്ക് എടുക്കാം. t സെക്കൻഡിൽ എന്താണ്? n നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഉണ്ടായെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ആവൃത്തി എന്ന് പറയും. ഇതിന്റെ യൂണിറ്റ് നമ്മൾ ഹെർട്സ് എന്നാണ് പറയുന്നത്. ഹെർട്സ് എന്നാണ് നമ്മുടെ ആവൃത്തിയുടെ യൂണിറ്റ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്.
ഓക്കെ, നമ്മൾ ആവൃത്തി എന്താണെന്ന് നോക്കി. അടുത്തതാണ് സ്വാഭാവിക ആവൃത്തി. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, നാച്ചുറൽ ഫ്രീക്വൻസി. എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തി? ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. അതായത് വേറെ ഒരു പുറത്തുനിന്നുള്ള ഒരു ഇതുമില്ല, അത് സ്വന്തമായിട്ട് അതിനെന്താണ്, ഒരു വസ്തുവിന് സ്വന്തമായിട്ട് എന്താണ്, സ്വതന്ത്രമായിട്ട് അത് കമ്പനം ചെയ്യുന്നുവെങ്കിൽ ആ കമ്പനം അല്ലെങ്കിൽ ആ അപ്പോൾ ഉണ്ടാകുന്ന ആവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്, സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി. ഇനി ഈ ഒരു സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ചെറിയ ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത് പല വസ്തുക്കളും പലതായിരിക്കും. അതനുസരിച്ച് പല വസ്തുക്കൾക്ക് സ്വാഭാവിക ആവൃത്തി എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. ഓരോ വസ്തുവിനും ഓരോ സ്വന്തമായിട്ടുള്ള ആ ഒരു കമ്പനം ചെയ്യുക, അത് സ്വതന്ത്രമായിട്ട് എന്തായാലും ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയും, സ്വാഭാവിക ആവൃത്തി എന്ന് പറയും. ഈ പറയുന്ന വസ്തുക്കളുടെ നീളം, വലുപ്പം എല്ലാം ഈ വസ്തുക്കൾക്കെല്ലാം തുല്യമായിരിക്കും? അല്ല, വസ്തുക്കളുടെ നീളമായാലും വലുപ്പമായിരിക്കും ആണെങ്കിലും ഇലാസ്തികതയാണെങ്കിലും പദാർത്ഥത്തിൻ്റെ സ്വഭാവമാണെങ്കിലും ഇതെല്ലാം ഓരോ വസ്തുക്കൾക്കും എന്താണ്, ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റമുണ്ടായാലും സ്വാഭാവിക ആവൃത്തിക്ക് എന്തുണ്ടാകും, മാറ്റമുണ്ടാകും. ഓക്കെ, അപ്പോൾ സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ, സ്വതന്ത്രമായിട്ട് അതെന്ത് ചെയ്യാണ്, കമ്പനം ചെയ്യുകയാണ്. അങ്ങനെ കമ്പനം ചെയ്താൽ അതിൻ്റെ സ്വയമായിട്ടുള്ള ഒരു ആവൃത്തിയിൽ അതെന്ത് ചെയ്യും, കമ്പനം ചെയ്യും. കമ്പനം ചെയ്ത് സൗണ്ട് ഉണ്ടാകും. അങ്ങനെ ഉള്ള ആവൃത്തിയെ നമ്മൾ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നു. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, സ്വാഭാവിക ആവൃത്തി. അപ്പോൾ ഇത്രയും വസ്തുവിന്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിന്റെ സ്വഭാവം, ഇത്രയും ഘടകങ്ങളാണ് സ്വാഭാവിക ആവൃത്തി ആ വസ്തുവിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മാറ്റം ഉണ്ടായാൽ എന്ത് സംഭവിക്കും, ആവൃത്തിക്കും മാറ്റമുണ്ടാകും. ഇനി ശബ്ദത്തിന്റെ കുറച്ച് സവിശേഷതകൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെയാണ് സ്ഥായി. പിച്ച് എന്ന് പറയും. ആ പിച്ച് പോരാ കുറച്ചും കൂടെ പിച്ചിട്ട് പാടൂ എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ശബ്ദത്തിലും പാട്ടിനുമൊക്കെ മ്യൂസിക്കിനൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥായി, നമ്മളൊരു പിച്ചിന്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ നോക്കിയേ, കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമത, എത്ര ഷ്രിൽനെസ് അല്ലെങ്കിൽ ആ ഒരു കൂർമതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ഥായി എന്ന് പറയുന്നത്. ഈ സ്ഥായി എന്തിനാ ആശ്രയിച്ചിരിക്കുമെന്നോ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കും. അപ്പം നമ്മളോട് ആവൃത്തി പഠിക്കാതെ വന്നെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പം ഒരു സെക്കൻഡിൽ എത്രത്തോളം കമ്പനം ചെയ്തു, അതാണ് നമ്മുടെ ആവൃത്തി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആശ്രയിച്ചിരിക്കും ഏതിനെ, നമ്മുടെ പിച്ചിനെ. ഈ ഒരു പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും നോക്കിക്കേ, പ്രായപൂർത്തി ആകുന്നതോടെ പുരുഷന്മാരുടെ സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കുന്നു. അതായത് വളരും തോറും പുരുഷന്മാരുടെ വോക്കൽ കോഡ്സ് എന്ത് ചെയ്യും, അതിൻ്റെ നീളം എന്ത് സംഭവിക്കും, അത് നീണ്ട് അല്ലെങ്കിൽ അത് വലുതായിട്ട് വരും. സ്ത്രീകൾക്ക് എന്തില്ല, കാര്യമായ മാറ്റമൊന്നും അതിൽ സംഭവിക്കില്ല. സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവൃത്തി കുറയും. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ, അതായത് സ്വാഭാവിക ആവൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ വോക്കൽ കോഡ്സ് തന്നെ നമുക്ക് എടുക്കാം. വോക്കൽ കോഡ് എടുക്കുമ്പോൾ എൻ്റെ ഒരു സ്ത്രീയുടെ വോക്കൽ കോഡ് പോലെ ആയിരിക്കത്തില്ല പുരുഷൻ്റെത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, സ്വാഭാവിക ആവൃത്തിക്ക് വ്യത്യാസം വരും. എൻ്റെ സ്വാഭാവിക ആവൃത്തി ആയിരിക്കത്തില്ല മറ്റേ ആളിന്. അതായത് പിച്ച്, അതുകൊണ്ടാണ് പിച്ചിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ശബ്ദത്തിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട് അല്ലേ. അതിൻ്റെ ആ ഒരു കൂർമതയുടെ വ്യത്യാസം എന്തുകൊണ്ടെന്നാണ് പറയുന്നത്, സ്വനതന്തുവിൻ്റെ നീളം കൊണ്ടാണ്. അപ്പോൾ നോക്കിക്കേ, വസ്തുവിൻ്റെ വലുപ്പം അതുപോലെ നീളമൊക്കെ എന്തിനെ ബാധിക്കുന്നതാണ്, ഈ സ്വാഭാവിക ആവൃത്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആണുങ്ങളിൽ പുരുഷന്മാരിൽ എന്താണ്, വോക്കൽ കോഡ്സ് ഇങ്ങനെ വർദ്ധിച്ചു വരും. സ്ത്രീകളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ സൗണ്ട് ഏകദേശം എപ്പോഴും ഒരേ പ്രായത്തിൽ ഒരേപോലെ തന്നെ ഇരിക്കും അല്ലേ. പുരുഷന്മാർ കൊച്ചിൽ കുറച്ചും കൂടെ വലുതായി വരുന്നതോറും അവരുടെ സൗണ്ട് ഇത്തിരി മാറി വരുന്നത് കാണാം. അപ്പോൾ സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവൃത്തി കുറയും. ആവൃത്തി എന്ത് ചെയ്യും, അവിടെ കുറയും. ആവൃത്തിയും കൂർമതയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവെ കൂർമത കുറവായിരിക്കും. അപ്പോൾ കൂർമത, അതായത് സ്ഥായി അല്ലെങ്കിൽ പിച്ച് ഏതിലും ആർക്കും സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷന് നമുക്കൊരു ആ ഒരു ഇതുണ്ട്. പുരുഷന്മാർക്ക് വേറൊരു സൗണ്ടാണ് അല്ലെ. ആ ഒരു പാട്ടൊക്കെ പാടുമ്പോഴും ഇപ്പം ചിത്ര എന്ന് പറയുന്ന ആൾ പാടുന്ന ആ ഒരു പിച്ചിലായിരിക്കത്തില്ല നമുക്ക് യേശുദാസിന് പാടാൻ പറ്റുക. കാരണം രണ്ടുപേരുടെ വോക്കൽ കോഡ്സിൻ്റെ നീളത്തിൻ്റെ ബന്ധം വച്ചിട്ടാണ് കേട്ടോ. അവിടെ ആവൃത്തിയും കൂർമതയും ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പുരുഷ ശബ്ദത്തിന് പൊതുവെ കൂർമത എന്തായിരിക്കും, കുറവായിരിക്കും. മനസ്സിലായല്ലോ.
അപ്പോൾ ആദ്യത്തേതാണ് സവിശേഷം നമ്മൾ പഠിച്ചു, സ്ഥായി പിച്ച്. അപ്പോൾ ഏറ്റവും നമ്മുടെ കൂർമത കൂടുതൽ ആർക്കാണ്? കൂർമത പിച്ച് കൂടുതൽ ചിത്ര ആലോചിച്ചാൽ മതി, സ്ത്രീകൾക്കാണ് കൂടുതൽ. വോക്കൽ കോഡ്സിന് നീളമൊന്നുമില്ല, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പുരുഷന്മാർക്ക് നീളം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ പിച്ച് കുറവായിരിക്കും സ്ത്രീകളെ അപേക്ഷിച്ച്. പിച്ച് ഏതിനെ ആശ്രയിച്ചിരിക്കും? ആവൃത്തി. ഇനി സപ്തസ്വരങ്ങൾ നമുക്കറിയാം, സ രി ഗ മ പ ധ നി. ഇത് ഞാൻ ഉൾപ്പെടുത്താൻ കാരണം നമ്മൾ SCRT-യിലുണ്ട്, അതുപോലെ ഒരു പ്രീവിയസ് ആണ്. അതായത് ആവൃത്തി കൂടിയ നമ്മുടെ സപ്തസ്വരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതിനാണ് ആവൃത്തി കൂടുതൽ നോക്കിക്കേ, 480. എത്രയാണ് നീ? ഇനി ചിലപ്പോൾ അടുത്ത് ചോദിക്കുന്ന നീക്ക് ഉള്ള ആവൃത്തി എത്രയെന്നായിരിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സപ്തസ്വരങ്ങളിൽ ഏറ്റവും ആവൃത്തിക്ക് രി ഗ മ പ എന്നൊക്കെ ഓപ്ഷൻ തന്നിട്ട് നീ ഒക്കെ ഉണ്ടായിരുന്നു. ഉത്തരം നീ ആണ്. എത്രയാണെന്ന് നോക്കിക്കേ, 480. അപ്പോൾ അവർ ആ ഒരു ഇമേജിൽ നിന്ന് തന്നെ, ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വേറൊരു പ്രയോഗമാണ് ശ്രുതി. സംഗീതമൊക്കെ പഠിച്ചവർക്ക് അറിയായിരിക്കും, ശ്രുതി ചേർത്ത് പാടും, ശ്രുതി നമ്മളൊരു പെട്ടിയുണ്ട്, ആ പെട്ടി ഇങ്ങനെ നമ്മൾ ഈ പാട്ട് പഠിക്കാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ പാട്ട്. അപ്പം പാട്ട് പഠിക്കാനൊക്കെ പോകുമ്പോൾ ഒരു പെട്ടി തരും, ആ പെട്ടിയിൽ ശ്രുതി കാണും, നമുക്ക് പല രീതിയിലും വയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ സാധാരണ അത് ശ്രുതി മാറി വരും. അതനുസരിച്ച് നമ്മൾ സ രി ഗ മ, ഞാൻ പാടുന്നില്ല, അത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പാടാനായിട്ട് സാധിക്കും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ് ശ്രുതി. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവൃത്തിയും ബന്ധപ്പെടുത്തിയ പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത്. സ രി ഗ മ പ ധ നി. സ രി ഗ മ പ ധ നി. നീ എന്ന് പറയുന്നത് ഞാൻ പാടിപ്പോയി, ഞാൻ ജസ്റ്റ് പാടിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പാടിയത്. അപ്പം നീ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ സാ എന്ന് പറയുന്ന അത്രയും താഴെ നിന്ന് തുടങ്ങിയിട്ട് നീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഇത് കൂട്ടി, ഒന്ന് ബാക്കടിച്ച് കേട്ട് നോക്കിയാൽ മതി. അപ്പൊ നീ കണ്ടോ, നീ എന്ന് പറയുന്നതിൽ എന്ത് കൂടുതൽ? ആവൃത്തി കൂടുതൽ. ഇനി മറക്കൂലല്ലോ, ആവൃത്തി കൂടുതലാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. 480 ഉണ്ട്. അപ്പൊ കുറവ് ഏതിലാണ്? സായിലാണ്. സപ്തസ്വരങ്ങൾ ഇതാ 256 ഉള്ളൂ, 256 ഉള്ളൂ. നീ എന്ന് പറയുമ്പോൾ എത്രയാണ്? 480 ആണ്, 480 ആണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് സപ്തസ്വരങ്ങളിൽ. അത് കൂടുതൽ വേറെ ഒന്നും പറയാനില്ല, ആ ഒരു നീയുടെ കാര്യം പറയാനാണ് ഞാൻ അത് ഉൾപ്പെടുത്തിയത്. ഇനി രണ്ടാമത്തെ സവിശേഷം, ആദ്യത്തെ സവിശേഷം നമ്മൾ പഠിച്ചു, സ്ഥായി എന്ന് പഠിച്ചു അല്ലേ. രണ്ടാമത്തെ സവിശേഷതയാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് എന്ന് പറയും. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത. എത്ര അളവിലാണ് അയാൾ സംസാരിച്ചത്, ആ ഒരു അളവുണ്ടല്ലോ, നമ്മളൊരു അളവ് പറയുമല്ലോ, ആ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയാളുടെ ഉച്ചത എന്ന് പറയും. എത്ര ഉച്ചത്തിൽ അയാൾ സംസാരിച്ചു, അതാണ് അളവാണ് എന്തെന്ന് പറയുന്ന ഉച്ചത. ഇത് പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയും ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പം ഒരു 70 വയസ്സായ അപ്പൂപ്പനും അത് എൻ്റെ ചെവിയിൽ കേൾക്കുന്നതും വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ ഒരു ആവൃത്തിയിൽ കേൾക്കുന്നത് എനിക്ക് ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും, എനിക്കിപ്പോൾ ചെവിക്ക് വല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷേ 70 വയസ്സായ അപ്പൂപ്പനെ സംബന്ധിച്ച് കേൾവിക്കുറവുണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും? അതും ആശ്രയിച്ചിരിക്കും, ഈ കേൾക്കുന്ന സംഭവം, ശബ്ദം, അത് ആശ്രയിച്ചിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. പ്രധാനമായും കമ്പനി ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യത, എത്രത്തോളം നമുക്കത് കേൾക്കാൻ പറ്റും, ആ ഒരു രീതിയിലാണ് ഉച്ചത. എത്ര ഉച്ചത്തിൽ സംസാരിച്ചാലും ആ അപ്പൂപ്പന് കേൾക്കാൻ പറ്റുന്ന ഒച്ചയിൽ സംസാരിച്ചാലേ അപ്പൂപ്പന് മനസ്സിലാവത്തുള്ളൂ. അതാണ് ആ അപ്പൂപ്പൻ്റെ ഒച്ചത. എൻ്റെ ഒച്ചത എന്ന് പറയുമ്പോൾ എനിക്ക് നോർമലി സംസാരിക്കുന്ന ഇതിൽ സംസാരിക്കും, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം കാണും. ആയതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വേവ്, നമ്മൾ വേവിൽ പഠിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇപ്പോൾ ഇതൊരു വേവ് ആണെന്ന് വെച്ചുമ്പോൾ ഈ ഒരു വേവ്, ഇതാണ് ആ സൗണ്ടിൻ്റെ ആ ഒരു വേവ്സ് കേട്ടോ, തരംഗങ്ങൾ എന്ന് പറയുന്നത്. എനർജി ഇങ്ങനെ ഓരോ ഇതിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിന് എത്രത്തോളം പൊങ്ങി, അതിൻ്റെ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ആയതി എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൽ എത്രത്തോളം അതിൻ്റെ ഇത് പൊങ്ങി, എത്രത്തോളം ഉണ്ട്, അതാണ് അതിൻ്റെ ആയത്. ഇത് എത്രത്തോളമാണ് ആ ശബ്ദം റെപ്രസെന്റ് ചെയ്യണേന്ന് ഇതുവരെ പൊങ്ങിയത്, വീണ്ടും താന്ന് വീണ്ടും പൊങ്ങി, ഇത്രയും, ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ആയതി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് പഠിക്കും. ഇതിൻ്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. അപ്പോൾ ഉച്ചതയുടെ യൂണിറ്റ് എന്താ? ഡെസിബൽ ആണ് കേട്ടോ. ശബ്ദ തീവ്രത അളക്കുന്നത് ഇതിലാണ്, ഡെസിബൽ. ഇനി ശബ്ദം നമ്മൾ ഈ അളക്കുന്നത്, ഈ ഉച്ചത അളക്കുന്നത് ഏത് ഉപകരണത്തിലാണ്? ഡെസിബൽ മീറ്റർ. അപ്പം ഡെസിബൽ എന്ന് പറയുന്നത് യൂണിറ്റും ഡെസിബൽ മീറ്റർ എന്ന് പറയുന്നത് ഉപകരണവുമാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഉച്ചത എന്ന് പറയുന്നത് കമ്പന ആയതിയെയും അതുപോലെ ചെവിയുടെ ഗ്രാഹ്യതയും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് വച്ചേക്കുക. ഇനി മൂന്നാമത്തെ സവിശേഷത ഗുണം. അടുത്ത് മൂന്നാമത്തതാണ് ഗുണം, മൂന്നാമത്തെ ശബ്ദ സവിശേഷത. അപ്പൊ ആദ്യത്തേത് സ്ഥായി പിച്ച്, രണ്ടാമത്തെ ഉച്ചത ലൗഡ്നെസ്, മൂന്നാമത്തതാണ് ഗുണം. എന്താണ് ഗുണം അല്ലെങ്കിൽ ക്വാളിറ്റി? ഒരേ ഉച്ചതയും ഒരേ പിച്ചുമുള്ള രണ്ട് ശബ്ദങ്ങളെ തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന സവിശേഷം. അപ്പം എന്താണത്? ഒരേ പിച്ചും ഒരേ ഒച്ചയാണെങ്കിൽ
എന്താണ് ശബ്ദത്തിന് നമുക്ക് ഇതാണെന്നോ അതാണെന്നോ നമുക്ക് വേർതിരിച്ചറിയണം. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു സവിശേഷതയാണ് ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി എന്ന് പറയും. എന്തെന്ന് പറയും? ക്വാളിറ്റി എന്ന് പറയും. ഇത് നമ്മുടെ NCERT-യിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗുണം, ടിംബർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. ഗുണം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരേ പിച്ചും ഒരേ ഉച്ചതയൊക്കെ ആണെങ്കിൽ ശബ്ദം വേർതിരിക്കുന്ന ശബ്ദ സവിശേഷ ഏതാണ് എന്ന് ചോദിക്കാം. ഗുണമാണ് ഗുണം. ഇപ്പൊ വയലിനും ഗിത്താറും, വയലിനും ഗിത്താറ് രണ്ടും സ്ട്രിങ്സ് ആണ് കമ്പനം ചെയ്യുന്നത്, കമ്പികളാണ്. അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? അപ്പൊ അത് തിരിച്ചറിയാനുള്ള ഒരു ശബ്ദ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ തരംഗങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ശബ്ദ സ്രോതസ്സുകളിൽ നിന്നുള്ള കമ്പനം മൂലം രൂപപ്പെടുന്ന തരംഗങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ശബ്ദ തരംഗങ്ങൾ എന്ന് പറയും. അപ്പൊ ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ശബ്ദ സ്രോതസ് കാണും, അതിൽ നിന്ന് കമ്പനം മൂലം എന്ത് ചെയ്തു? തരംഗങ്ങളായിട്ട് അത് എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പൊ തരംഗങ്ങളായിട്ട് പോകുന്ന ആ ഒരു തരംഗങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? സൗണ്ട് വേവ്സ് എന്ന് പറയും. വിവിധ തരം തരംഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ തരംഗമാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. എന്താണ് അനുപ്രസ്ഥ തരംഗങ്ങൾ? അപ്പൊ അതിന് മുന്നേ ആയിട്ട് മാധ്യമത്തിലെ കണികകൾ എങ്ങനെയാണ്, പാർട്ടിക്കിൾസ്, കണികകൾ എങ്ങനെയാണ് കമ്പനം ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് വേവും അതുപോലെ ലോങ്ങിറ്റ്യൂഡൽ വേവും. അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും. അല്ലാതെ കൊണ്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗങ്ങളും അതുപോലെ വൈദ്യുത കാന്തിക തരംഗങ്ങളും ഉണ്ട്. അത് മാധ്യമം ആവശ്യമായതും മാധ്യമം ആവശ്യമല്ലാത്തതും. മാധ്യമത്തിന്റെ ബേസിസിൽ രണ്ടെണ്ണം ഉണ്ട്. അതിൽ മാധ്യമം ആവശ്യമായിട്ടുള്ളതിന് യാന്ത്രിക തരംഗങ്ങളെന്നും മാധ്യമം ആവശ്യമില്ലാത്തതിന് വൈദ്യുത കാന്തിക തരംഗങ്ങളെന്നും നമ്മൾ പറയാറുണ്ട്. ഇനി കണികകളുടെ ബേസിൽ കമ്പനം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് അനുപ്രസ്ഥ തരംഗങ്ങളും അതുപോലെ അനുദൈർഘ്യ തരംഗങ്ങളും. ശബ്ദം ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ അനുപ്രസ്ഥ തരംഗങ്ങൾ, ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെയാണ് കമ്പനം ചെയ്യുന്നത്, ഇങ്ങനെയാണ് കമ്പനം ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ടായിരിക്കും കമ്പനം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കമ്പനം. എങ്ങനെയാ ചെയ്യുന്നത്? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് കമ്പനം ചെയ്യുന്നത്. ഇങ്ങനെ കണികകൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ദിശയാണ്. അപ്പ് ഡൗൺ. അപ്പൊ അതെന്താണ്? ആ ഒരു പ്രേക്ഷണ ദിശയ്ക്ക് എന്തായിട്ട് മാറും? ലംബമായിട്ട് മാറും. പെർപെൻഡിക്കുലർ ആയിട്ട് കമ്പനം ചെയ്യും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? അത് അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഇവയിൽ ശൃംഖകളും അതുപോലെ ഗർത്തങ്ങളും ഉണ്ട്. ക്രസ്റ്റും ട്രഫും എന്ന് നമ്മൾ പറയും. ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഇതാണ് ക്രസ്റ്റ്. ഇങ്ങനെ താഴോട്ടുള്ളത് ട്രഫ്. ക്രസ്റ്റ്, ട്രഫ്. ഇത് ട്രഫ് കേട്ടോ. താഴെയുള്ളത് ട്രഫ്. ഈ മുകളിലുള്ളത് ക്രസ്റ്റ്. അപ്പൊ ക്രസ്റ്റും ട്രഫും രൂപപ്പെടുന്നത് ഏതിലാണ്? അനുപ്രസ്ഥ തരംഗങ്ങളിലാണ് കേട്ടോ. ശൃംഗങ്ങളും അതുപോലെ ഗർത്തങ്ങളും ഉണ്ടാകുന്നത് ഏതിലാണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. നമ്മുടെ ചലന ദിശയ്ക്ക് എങ്ങനെയാണ്? ലംബമായിട്ടായിരിക്കും കമ്പനം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പ് ആൻഡ് ഡൗൺ എന്ന ദിശയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയും. ഉദാഹരണം പ്രകാശം എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അതുപോലെ ഇത് വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഏതാ? ശബ്ദത്തിന്റെ കാര്യമാണ് കേട്ടോ. ശബ്ദമല്ല, പ്രകാശത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുപോലെ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതുപോലെ അനുപ്രസ്ഥ തരംഗങ്ങളുമാണ് ഏതെന്ന് പറയുന്നത്? പ്രകാശം എന്ന് പറയുന്നത്. ഇനിയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങൾ നേരത്തെ പോലെയാണോ? അല്ല. ഇത് നോക്കിക്കേ, ഇവിടെ കുറേ കൂടിയിരിക്കുന്നു, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, വീണ്ടും ഇവിടെ കൂടി, ഇവിടെ അടുത്തടുത്ത് വരുന്നു, ഇവിടെ വീണ്ടും വന്നു. CR എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇതെങ്ങനെയാടാ പോകുന്നത്? ഈ ആരോ വരച്ചതുപോലെ തന്നെ പാരലലായിട്ടാണ്. നോക്കിക്കേ, മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ടാണ്. സമാന്തരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സമാന്തരം എന്ന് പറയുമ്പം എന്താണ്? പാരലലായിട്ട് എന്ന് പറയും. നമ്മൾ പാരലൽ എങ്ങനെയാ പറയുന്നത്? ഇങ്ങനെ പാരലൽ, സമാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് കമ്പനം ചെയ്ത് പോകുന്നത്. അപ്പം അങ്ങനെ കമ്പനം ചെയ്ത് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്?
പോകുന്ന ദിശയ്ക്ക്, അതാണ് സഞ്ചാര ദിശ. പോകുന്ന ദിശയ്ക്ക് എങ്ങനെ കമ്പനം ചെയ്യുന്നു? പാരലൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് കമ്പനം ചെയ്ത് പോകുന്നു. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് പറയും? അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയും. നേരത്തെ ക്രസ്റ്റും ട്രഫും എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഉച്ചമർദ്ദവും നീച്ചമർദ്ദവുമാണ്. അതായത് മർദ്ദം ഇങ്ങനെ അടുത്ത് വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? കംപ്രഷൻ, കൂടിയ മർദ്ദം. നീച്ചമർദ്ദം എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്രഷനും റെയർ ഫാക്ഷനും. കംപ്രഷൻ റിയർ ഫാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മർദ്ദം കൂടിയതും കുറവും. ഇവിടെ മർദ്ദം കൂടുതലായിരിക്കും, ഈ സിയിൽ കൂടുതലായിരിക്കും, ആറിൽ വീണ്ടും കുറവ്, കൂടുതൽ കുറവ്, കൂടുതൽ കുറവ്, അങ്ങനെ പോകും. അപ്പം കംപ്രഷനും റെയർ ഫാക്ഷനും അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലയും നീച്ചമർദ്ദ മേഖലയും രൂപപ്പെടുത്തി സഞ്ചരിക്കുന്നവയാണ് അനുദൈർഘ്യ അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞല്ലോ. ഉദാഹരണം ശബ്ദം എന്ന് പറയുന്നത് യാന്ത്രിക തരംഗങ്ങളാണ്, അതായത് മെക്കാനിക്കൽ വേവ്സ്. മാധ്യമം ആവശ്യമാണ്. നമ്മുടെ പ്രകാശത്തിന് എന്താവശ്യം ഇല്ല? ഇതിന് മാധ്യമം ആവശ്യമില്ല. അതാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ഇവിടെ നോക്കിക്കേ, മാധ്യമം എന്താണ്? മാധ്യമം ആവശ്യം ഉണ്ട്. മാധ്യമം ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അതെന്ത് തരംഗങ്ങളാണ്? യാന്ത്രിക അനുദൈർഘ്യ തരംഗങ്ങളാണ്. നോക്കിക്കേ, ശബ്ദം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ യാന്ത്രിക അനുദൈർഘ്യ തരംഗങ്ങളാണ്. യാന്ത്രികം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മാധ്യമം ആവശ്യമാണ്. മാധ്യമം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? ശബ്ദം ട്രാവൽ ചെയ്യത്തുള്ളൂ, സഞ്ചരിക്കത്തുള്ളൂ. അതോടൊപ്പം അതൊരു അനുദൈർഘ്യ തരംഗം ആണ്, ലോങ്ങിറ്റ്യൂഡിനൽ. അതായത് സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് വേവ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിച്ചു പോകുന്നത്. അതുകൊണ്ട് അത് അനുദൈർഘ്യ തരംഗങ്ങളാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ല, പക്ഷെ ശബ്ദം സഞ്ചരിക്കും അല്ലേ? 3 × 10⁸ മീറ്റർ/സെക്കൻഡിൽ എന്ത് ചെയ്യും? ശൂന്യതയിൽ സഞ്ചരിക്കും പ്രകാശം. പക്ഷേ നമ്മുടെ ശബ്ദത്തിന് അത് പറ്റത്തില്ല. ശബ്ദത്തിന് എന്ത് വേണം? മാധ്യമം വേണം. അതുകൊണ്ട് അതൊരു മെക്കാനിക്കൽ വേവ് ആണ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗമാണ്. ഇനി നമ്മൾ ശബ്ദത്തിന്റെ സവിശേഷതകൾ പഠിച്ചു. ഇനി തരംഗങ്ങളുടെ സവിശേഷ ശബ്ദമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ അവിടെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിക്കും. ആയതി, ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഞാൻ നേരത്തെ ട്രാൻസ്വേഴ്സ് വേവിൽ പറഞ്ഞതുപോലെ നോക്കിക്കേ, ഇതിൽ ഏറ്റവും എത്ര ഹയസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം, തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ഇതിലിവിടെ ഇത്രയും പോയി, അതാണ് അതിൻ്റെ ആയതി. ഇനി നമ്മൾ സ്മോൾ എ കൊണ്ട് എന്ത് ചെയ്യും? റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തെ നമുക്ക് എന്തെന്ന് പറയാം? ആയതി എന്ന് പറയാം. തരംഗദൈർഘ്യം, വേവ് ലെങ്ത്. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെ നമുക്ക് എന്തെന്ന് പറയാം? തരംഗദൈർഘ്യം എന്ന് പറയാം. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിനെ സംബന്ധിച്ച് ഒരു ക്രസ്റ്റ് തൊട്ട് അടുത്ത ക്രസ്റ്റ് വരെയുള്ള ദൂരത്തെ നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, കമ്പനം പൂർത്തീകരിക്കുക. ഒരു കമ്പനം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വന്ന് അടുത്ത ഇതിൽ പോവുക, അതാണ് അതിൻ്റെ ഒരു കമ്പനം എന്ന് പറയുന്നത് നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഇതിൻ്റെ വേവ് ലെങ്ത്. ഇത് നോക്കിക്കേ, ഇത് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്തുള്ള 2 കണികൾ തമ്മിൽ അകലത്തിന് തുല്യമാണ് അല്ലേ? സമാന കമ്പനാവസ്ഥ, അതായത് 2 ക്രസ്റ്റ് കമ്പനാവസ്ഥ. ഇപ്പം 2 ക്രസ്റ്റാണ് ഞാൻ പറയണമെങ്കിൽ അങ്ങനെ, മറ്റിലാണെങ്കിൽ എന്താണ്? റെയർ ഫ്രാക്ഷനും മറ്റേ കംപ്രഷനും റെയർ ഫാക്ഷനും അടുത്ത കംപ്രഷൻ വരെയുള്ള അത്രയാണ് എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോക്കിക്കേ, ലാംഡ. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ. ഇത് നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ പറഞ്ഞില്ലേ, തരംഗദൈർഘ്യത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താടാ? ലാംഡ എന്ന് പറയുന്നത് ഓർത്ത് വച്ചേക്കുക. ഇതിലുണ്ട് ആംപ്ലിറ്റ്യൂഡ്. നോക്കിക്കേ എത്ര ഹൈറ്റിലാണ്, നോക്കിക്കേ ആംപ്ലിറ്റ്യൂഡ് എത്ര ഹൈറ്റ്, നമുക്കത് ഇത്രയും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കേ, ആയതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്രത്തോളം ഹൈറ്റിലാണ് അത് പറ്റിയത്, എത്ര സ്ഥാനാന്തരം അതിന് സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രഫ് ഞാൻ പറഞ്ഞല്ലോ താഴെയുള്ളതാണ് നമ്മുടെ ക്രസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. ഈ ക്രസ്റ്റ്, ആദ്യത്തെ ക്രസ്റ്റ് തൊട്ട് അവസാനത്തെ ഇതുവരെയുള്ള ക്രസ്റ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ എന്താണ്, നമ്മുടെ ഈ ഒരു സൗണ്ട് അനുദൈർഘ്യ തരംഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം ഒന്ന് ജസ്റ്റ് നോക്കാം. അടുത്തടുത്ത 2 മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലുള്ള അകലമാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ എന്തെന്ന് പറയുന്നത്? തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ,
രണ്ട് മർദ്ദം കൂടിയെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചു ഉച്ചമർദ്ദം എന്ന് പഠിച്ചു, കംപ്രഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലേ, അത് തൊട്ട് അടുത്ത കംപ്രഷൻ വരെ ഉള്ളതാണ് എന്തെന്നാ പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി മർദ്ദം കുറഞ്ഞ മേഖല തമ്മിൽ അകലത്തെ നമ്മൾ എന്തെന്ന് പറയും, അനുദൈർഘ്യ തരംഗത്തിന്റെ എന്തെന്ന് പറയും, റെയർ ഫാക്ഷൻ. രണ്ട് അടുത്തടുത്ത് വരുന്ന റെയർ ഫാക്ഷന്റെ തമ്മിലുള്ള അകലം അത്രയും ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. ഇനിയാണ് പിരീഡ് എന്താണെന്ന് നോക്കാം. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. എന്താ പറഞ്ഞേ, തരംഗം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, എത്ര സമയം എടുത്തു, അതാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. പീരീഡിന്റെ യൂണിറ്റ് ടൈമാണ്, എത്ര എടുത്തു എന്നുള്ളതാണ്. അപ്പൊ സമയമാണ്, അപ്പം എസ് ആണ്, സെക്കൻഡിലാണ് പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ പീരീഡ്. ഇനി എന്താണ് ആവൃത്തി എന്ന് പറയുന്നത്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതൊരു എന്താണ് ഇക്വേഷൻ രൂപത്തിൽ, ഇത് അതിൻ്റെ പുറത്ത് അതിൻ്റെ മുകളിൽ വന്നതാണ് കേട്ടോ, അത് എന്തോ ചെയ്തപ്പോൾ വന്നതാണ്. എഫ് ഈസ് ഈക്വൽ ടു വര ഇങ്ങോട്ട് മാറിപ്പോയി, കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കമ്പനങ്ങൾ, അത് കാണാം, നല്ല ഞാൻ എഴുതുന്നേ ഉള്ളൂ, ഉണ്ടാകാൻ എടുത്ത സമയം. ഇത് തന്നെയല്ലേടാ നമ്മൾ നേരത്തെ പഠിച്ചത്, എന്നും ടിയും ഞാൻ അവിടെ പറഞ്ഞു അല്ലേ. എന്നാണ് ആ ഒരു എണ്ണം, ടി ആണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത്. കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയം, ഇതാണ് എന്താണ് സിംപ്ലി ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആവൃത്തിയും പിരീഡും നമ്മൾ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ്. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി 1 Hz എന്ന് തന്നിട്ടുണ്ട്. നിങ്ങളോട് പീരീഡ് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1/f തിരിച്ചു വരും. അതായത് 1/1 എന്തായിരിക്കും, 1 സെക്കൻഡ് തന്നെയായിരിക്കും. അപ്പം ഫ്രീക്വൻസി തന്നിട്ട് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ടൈം തന്നിട്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ആവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ നേരത്തെ നോക്കി, ഹെഡ്സ് ആണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേടാ, തരംഗ വേഗം, സ്പീഡ്, വേവ് എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിച്ച ദൂരമാണ് തരംഗവേഗം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം എത്ര ദൂരം സഞ്ചരിച്ചു, അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, എന്താണ് തരംഗവേഗം എന്ന് പറയുന്നത്. അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു, ദൂരം നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചു, എന്താ പഠിച്ചത്, തരംഗ ദൈർഘ്യം എന്ന് പഠിച്ചല്ലേ. അപ്പം സമയം നമ്മൾ ടി ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ പീരീഡ്, നമ്മളൊരു പീരീഡ് ടി സമയം കൊണ്ട് തരംഗം സഞ്ചരിച്ച ദൂരം, തരംഗ ദൈർഘ്യം ലാംഡ എന്ന് എടുക്കുകയാണെങ്കിൽ, വേഗത എന്നുള്ളത് നമ്മൾ എങ്ങനെ എടുക്കുവാടാ, ലാംഡ ബൈ ടി എന്നെടുത്തൂടെ നമുക്ക്. അതായത് വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. അപ്പം ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് ലാംഡയാണ്. അതുപോലെ നമ്മുടെ എന്താണ് ടൈം പീരീഡാണ് നമ്മുടെ ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ടി അങ്ങോട്ട് എഴുതാം. അതായത് ലാംഡ ഇൻറ്റു 1/t എന്ന് എഴുതാം. ലാംഡ ബൈ ടി എന്ന് എഴുതിയാലും ലാംഡ ഇൻറ്റു 1/t എന്ന് എഴുതിയാലും തുല്യമല്ലേ, സെയിം ആണ്. അപ്പം വേഗതയെ നമുക്ക് വി എന്നും കൊടുക്കാം. വി ഈസ് ഈക്വൽ ടു ലാംഡ അതേപോലെ എഴുതി. 1/t നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ. എന്തെന്നാ പഠിച്ചത്, ലാംഡ ടി നമ്മൾ തൊട്ട് മുന്നേ എന്താ പഠിച്ചത്, ഫ്രീക്വൻസി ആണെന്ന് പഠിച്ചല്ലേ. എന്താ പഠിച്ചത്, എഫ് എന്ന് പഠിച്ചു. ഇത് നമ്മൾ ഫ്രീക്വൻസിയെ നമ്മളെ മ്യൂ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതും കൂടെ എഴുതാം. മ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. മ്യൂ എന്ന് വി എന്ന് എഴുതാം, അതൊന്ന് ചരിഞ്ചിട്ട് കൊടുത്ത് നമുക്ക് കിട്ടി. വേഗത എന്ന് പറഞ്ഞാൽ ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യം. തരംഗദൈർഘ്യം ലാംഡയാണ്, ആവൃത്തി എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ പഠിച്ചോ. തരംഗദൈർഘ്യം കണ്ടുപിടിക്കാനുള്ള തരംഗദൈർഘ്യമല്ല തരംഗവേഗം സ്പീഡ് ഓഫ് ദ വേവ് കണ്ടുപിടിക്കാൻ വി ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ്, അതായത് ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വേഗത കിട്ടും. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, തരംഗദൈർഘ്യം അപ്പോൾ ക്ലിയർ ആയല്ലോ. നമുക്ക് കിട്ടി വേഗത എന്ന് പറഞ്ഞാൽ ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യമാണെന്ന് കിട്ടി. പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് ഇവിടെ നമ്മളിപ്പോൾ എല്ലാം പഠിച്ചല്ലോ. ആവൃത്തി എന്താണെന്ന് പഠിച്ചു, നമ്മൾ പിച്ച് എന്താണെന്ന് പഠിച്ചു, എല്ലാം പഠിച്ചു. അതൊന്ന് ശബ്ദത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ശബ്ദത്തിലോട്ട് കടക്കുമ്പോൾ ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ പിച്ച് എന്തെയും കൂടും. പിച്ച് എന്തിനെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞു, ആവൃത്തി. അപ്പോൾ ആവൃത്തി കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, പിച്ചും കൂടും. ആയതി കൂടുമ്പോൾ ശബ്ദത്തിന്റെ ഉച്ചത കൂടുന്നു. ഉച്ചത ആശ്രയിച്ചിരിക്കുന്നത് എന്താണ്, ആയതിയാണ്. പിച്ചാണെങ്കിൽ സ്ഥായി ആണെങ്കിൽ ഏതിനെ ആശ്രയിച്ചിരിക്കും, ആവൃത്തി ആശ്രയിച്ചിരിക്കും. ഈ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.